ഹലോ കൂട്ടുകാരെ, നമുക്കിന്നൊരു ബീഫ് കറി ഉണ്ടാക്കാം. ഫസ്റ്റ് നമ്മൾ ബീഫിനെ വേവിച്ചെടുക്കണം. ബീഫ് വേവിക്കാനായിട്ട് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഗരം മസാല, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, കറിവേപ്പില എന്നിവ ചേർത്ത് ബീഫിനെ നമ്മൾ വേവിച്ചെടുക്കണം. ഞാനിവിടെ 3 വിസിലാണ് കേട്ടോ ബീഫിന് വെച്ചിരിക്കുന്നത്. നമുക്കിനി ആവശ്യമായ സാധനങ്ങൾ: ചെറിയുള്ളി, കറിവേപ്പില, തേങ്ങാക്കൊത്ത്. പൊടികളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാലയാണ്. ആദ്യം ഒരു ഉരുളി അടുപ്പിൽ വെക്കുക. ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിച്ചെടുക്കണം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ അതിനകത്തോട്ട് കറിവേപ്പില ഇട്ട് കൊടുക്കുക. കറിവേപ്പില ഒന്ന് മൂത്ത് വരുമ്പോൾ നമുക്കതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തേങ്ങാക്കൊത്ത് ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. അതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയുള്ളി ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കണേ. ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കളർ മാറുന്നത് വരെ യോജിപ്പിക്കുക. ഇനി നമുക്കിതിനകത്തോട്ട് നമ്മുടെ പൊടികൾ ആഡ് ചെയ്യാം. മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല. നമ്മൾ കുറച്ച് മീറ്റ് മസാലയും കൂടി ഇടുന്നുണ്ട്. ആ മീറ്റ് മസാലയും ചേർത്ത് നമ്മുടെ ഇത് നന്നായിട്ട് ഇളക്കുക. പാകമായ ഉള്ളിയിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫിനെ ഇട്ട് കൊടുക്കുക. ബീഫ് ഇട്ടതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക. എല്ലാ ഭാഗത്തും നമ്മുടെ മസാല എത്തുന്നത് പോലെ നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മുടെ സ്വാദിഷ്ടമായ ബീഫ് കറി റെഡിയായിട്ടുണ്ട്. ബീഫ് ഓൾറെഡി വേവിച്ചത് കൊണ്ട് ഒരുപാട് നേരം വേവിക്കേണ്ട ആവശ്യമില്ല. ഇനി ഒരു 5 മിനിറ്റ് ചെറിയ ഫ്ലെയിമിലിട്ട് നന്നായി വേവിച്ച് പാകമാക്കിയെടുക്കുക. നമ്മൾക്ക് ഡ്രൈ ഫോമിലുള്ള കറിയാണ് വേണ്ടതെങ്കിൽ കുറച്ച് നേരം കൂടെ ലോ ഫ്ലെയിമിൽ വെച്ച് ബീഫിനെ നന്നായി ഇളക്കി വരട്ടിയെടുക്കുക. എനിക്കിപ്പോൾ ഇവിടെ ചാറുകറിയാണ് വേണ്ടത്, അതുകൊണ്ട് ഞാൻ അധികം വറ്റിക്കുന്നില്ല. നമ്മുടെ അടിപൊളി ബീഫ് കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും എന്താണേലും ഉണ്ടാക്കി നോക്കണേ. ബൈ.